അതെ, നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഈ ചന്ദ്രോത്തറവാൾ എൻ്റെ പേരിലാന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനഃപൂർവ്വം മറന്നു കളഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതും കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാം. അത്രയും നേരം കാഴ്ചക്കാരായിരുന്നിരുന്ന കുടുംബാംഗങ്ങൾ അഗ്നി ആ ഒരു വാക്ക് പറഞ്ഞ് തരിച്ചെന്ന് പോയി. സത്യത്തിൽ അവരക്കാര്യം മറന്നുപോയിരുന്നതായിരുന്നു സത്യം. അഗ്നി! അഗ്നിയുടെ അച്ഛൻ ശങ്കരൻ അവന് നേർക്ക് അലറിക്കൊണ്ട് വിളിച്ചു. അച്ഛാ, അച്ഛനിങ്ങനെ രോഷാകുലനാവാൻ വേണ്ടി മാത്രം യാതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഒന്നും സംഭവിച്ചില്ലെന്നോ? നീ ആരോടും പറയാതെ ഒരു വിവാഹം കഴിച്ച് എവിടുന്ന് ഒരു പെൺകുട്ടിയെയും കൊണ്ടുവന്ന് ഇവിടെ അധികാരം സ്ഥാപിക്കാന്ന് കരുതിയോ? അഗ്നിയുടെ അച്ഛൻ ശങ്കരൻ ദേഷ്യം കൊണ്ട് അടിമുടി പറഞ്ഞു നിൽക്കായിരുന്നു ആ സമയം. അച്ഛൻ എന്താണോ തോന്നുന്നത് അങ്ങനെ തന്നെ. പക്ഷെ അച്ഛനൊരു കാര്യം ശരിക്കും അറിയാവുന്നല്ലേ. അതായത് ഇവിടുത്തെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് ഒരു വിൽപത്രം തയ്യാറാക്കിയിരുന്നു. അതുപ്രകാരം ഈ തറവാടും തറവാടിനോടനുബന്ധിച്ച് 25 ഏക്കർ സ്ഥലവും എൻ്റെ പേരില, ഈ അഗ്നിദേവിന്റെ പേരിൽ. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ താമസിക്കാൻ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഫലം എത്രയാണോ അത് എടുക്കുവാൻ മാത്രമേ നിങ്ങൾക്ക് അർഹതയുള്ളൂ. അല്ലാതെ ഇത് ക്രയവിക്രയം ചെയ്ത മറ്റൊരു വ്യക്തി കൊടുക്കാൻ പാടുള്ളതല്ലെന്ന് മുത്തശ്ശൻ വ്യക്തമായിട്ടുള്ള ഒരു വിൽപ്പത്രം എഴുതിയ അച്ഛൻ മറന്നാലും ഈ അഗ്നിദേവും മറക്കില്ല. അഗ്നി ഒരു പുച്ഛത്തോടെ ശങ്കരനോടായി പറഞ്ഞു. ഒരു നിമിഷം ശങ്കരന് ഇനി എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കാരണം സത്യമാണ്, തൻ്റെ ആദ്യ ഭാര്യ മരിച്ച മുതൽ അച്ഛന് അഗ്നിയോട് ഒരു പ്രത്യേക മമതയും സ്നേഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മകൻ്റെ പേരിൽ ഈ വീടും അതിനോടനുബന്ധിച്ച സ്ഥലവും തീരെഴുതി കൊടുത്ത്. അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു, എല്ലാം അവനിലൂടെ എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ ഇപ്പോൾ അവൻ എന്ന വ്യക്തി തനിക്ക് മുകളിൽ ഒരു വാളായി തൂങ്ങിക്കിടക്കുന്നു. ഇനി എന്ത്? ശങ്കരൻ കലുഷിതമായ മനസ്സോടെ പലതും ആലോചിക്കാൻ തുടങ്ങി. പക്ഷേ അയാളുടെ എല്ലാ കളികളും ഒരു കഴുകന്റെ കണ്ണുപോലെ അഗ്നിയുടെ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അവന് പുച്ഛം തോന്നി. സ്വന്തം മകനേക്കാൾ ആർത്തി സ്വത്തിനോടുള്ള അച്ഛൻ. അപ്പൊ എല്ലാം പറഞ്ഞു തീർത്തല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ഇന്നു മുതൽ ഈ തറവാട്ടിൽ ഉണ്ടായിരിക്കും. അതും പറഞ്ഞ് വൈകയുടെ കൈയും പിടിച്ച് വലതുകാൽ വെച്ച് അവർ തറവാട്ടിലേക്ക് കയറി. മുമ്പോട്ട് നടന്ന അഗ്നി തിരിച്ച് അരുന്ധതിയുടെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് അവളോടായി പറഞ്ഞു. അരുന്ധതി, നിനക്കിവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം. പക്ഷെ അതുമൂലം എൻ്റെ ഭാര്യയ്ക്കോ അതോ എൻ്റെ ആത്മസുഹൃത്തിനോ എന്തെങ്കിലും ഭീഷണി ഉണ്ടായാ പിറ്റേന്ന് സൂര്യോദയം അരുന്ധതി എന്ന് പറയുന്ന വ്യക്തി കാണില്ല. ഓർമ്മയിലിരിക്കട്ടെ. അവൻ്റെ അപ്പോഴത്തെ മുഖഭാഗം കണ്ടതും അരുന്ധതി ചെറുതായിട്ടൊന്ന് പതറി. അരുന്ധതിക്ക് ഒരു താക്കീത് നൽകി വൈകയുടെ കൈയും പിടിച്ച് അഗ്നി റൂമിലേക്ക് കയറിപ്പോയി. റൂമിലെത്തിയതും വാതിൽ ചേർത്തടച്ച് വൈകയുടെ കൈകളും തൻ്റെ കൈകൾ വേർപ്പെടുത്തി അഗ്നി ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി. വൈക അപ്പോഴും അവിടെ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവാതെ ഒരു എത്തും പിടിയും കിട്ടാതെ കലുഷിതമായ മനസ്സോടെ ബെഡിൽ പോയിരുന്നു. അഗ്നി ബാത്റൂമിൽ പോയി ഫ്രഷായി തിരികെ വരുമ്പോൾ കാണുന്നു എന്തൊക്കെയോ ആലോചിച്ച് ബെഡിൽ അതേ ഇരിപ്പിരിക്കുന്ന വൈകയാണ്. അവൻ വേഗം തന്നെ തലതുവർത്തി സ്റ്റാൻഡിന്മേലിട്ട് വൈകയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. വൈക, വൈക, എടോ! പെട്ടെന്നുള്ള അഗ്നിയുടെ വിളി കേട്ടതും അത്ര നേരം ചിന്തയിലാണ്ടിരുന്ന വൈക ഞെട്ടി എണീറ്റു. അഗ്നി സർ, സോറി, ഞാനിത് ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്തിനാ വിളിച്ചത്? തൻ്റെ മുഖത്തും കഴുത്തിലുമായി പൊടിഞ്ഞിരിക്കുന്ന വിയർപ്പ് തുള്ളികൾ തൻ്റെ കൈകൾ കൊണ്ട് തുടച്ചു മാറ്റി അവൻ്റെ മുഖത്ത് നോക്കാതെ താഴോട്ട് നോക്കിക്കൊണ്ട് അഗ്നിയോടായി അവൾ ചോദിച്ചു. അഗ്നി കുറച്ചുനേരം അവളുടെ പരിഭവവും പേടിയും കലർന്ന മുഖത്തേക്ക് നോക്കി നിന്നു. എന്നിട്ട് പതിയവളുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് പിടിച്ചു. വൈക ഒരു നിമിഷം അഗ്നി പിടിച്ച തൻ്റെ കൈകളിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. വാടോ, എനിക്കൊരു സംസാരിക്കാനുണ്ട്. നമുക്ക് ആ ബാൽക്കണിയിലേക്ക് ഇരിക്കാം. ഒരു അതും പറഞ്ഞ് വൈകയുടെ കൈയും പിടിച്ച് അഗ്നി ബാൽക്കണിയിലേക്ക് നടന്നു നീങ്ങി. അല്പസമയത്തേക്ക് അവിടെ നിശബ്ദ തളം കെട്ടി നിന്നു. അഗ്നി പറയാൻ പോകുന്ന എന്താണെന്നറിയാതെ വൈക അഗ്നിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഒടുവിൽ അഗ്നി തന്നെ മൗനം ഭേദിച്ചുകൊണ്ട് വൈകയോടായി പറഞ്ഞു. വൈക, നമ്മളിവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അഗ്നി വൈകയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വൈകക്കൊന്നും മനസ്സിലായിട്ടില്ലെന്നുള്ളത് അവളുടെ മുഖഭാവത്തിൽ നിന്ന് അഗ്നി വായിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ അവൻ വിശദമായി അവളോട് പറഞ്ഞു തുടങ്ങി. നോക്ക്, എൻ്റെ അമ്മ നാഗാവിൽ വിളക്കോളി തിരിച്ചു വരുന്ന വഴി നാഗത്തിൻ്റെ കടിയേറ്റ് മരിച്ചു എന്നാണ് എനിക്കറിവുള്ള കാര്യം. പക്ഷെ അത് സത്യമല്ലെന്നും അമ്മയെ ആരോ കൊലപ്പെടുത്തിയാണെന്നും പിന്നീട് ഞാൻ അറിഞ്ഞു. പക്ഷെ ആർക്ക് വേണ്ടി, എന്തിന്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്ന് എൻ്റെ പക്കലില്ലായിരുന്നു. 1 വർഷം മുമ്പേയുള്ള അഗ്നിയുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. എല്ലാവരെയും അനുസരിച്ച് മാത്രം നിന്നിരുന്നൊരു പയ്യൻ. അവനിൽ നിന്ന് ഈ കാണുന്ന കോടീശ്വരനിലേക്കുള്ള മാറ്റം, അതും 1 വർഷം കൊണ്ട്. എനിക്കറിയാൻ വൈക, നിന്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളെല്ലാം ശരിയായിരുന്നു. കൊണ്ടും കൊടുത്തും തന്നെയാ അഗ്നിദേവന്റെ സാമ്രാജ്യം പടുത്തുയർത്തിയത്. തറവാട്ടിലുള്ളവരുടെ വിചാരം ഞാൻ നാടുവിട്ടു പോയി എന്നാ അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ഓട്ടമുക്കാൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ സ്വന്തം അമ്മയുടെ കൊലപാതകയെ കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒന്ന് മാത്രമായിരുന്നു.
ഇപ്പം അതിനുള്ള സമയമായി എന്ന് കരുതി. അതുകൊണ്ടാ തന്നെ ഞാൻ ഇതിലേക്ക് വലിച്ചിട്ടത്. എന്നെ സംബന്ധിച്ച് താൻ കണ്ടില്ലേ താഴത്തൊരു യക്ഷിയെ, അരുന്ധതി. അവളാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരി. പണ്ട് മുതൽക്ക് എന്നെ കിട്ടണമെന്നുള്ള വാശിയിൽ നടക്കുന്ന അവളുടെ തലക്ക് അടിയേറ്റ മാതിരിയാണ് നിന്റെ വരവ്. സൂക്ഷിക്കണം വൈക. ഞാനൊരു മുന്നറിയിപ്പ് നൽകിയാണെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഞാനുള്ളപ്പോൾ തനിക്കൊരു പോറൽ പോലും ഏൽക്കില്ല. 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ നമ്മൾ വിവാഹം കഴിച്ചതാണെങ്കിലും ഞാൻ കെട്ടിയ താലിയാ നിന്റെ കഴുത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കാവലായി ഞാനുണ്ടാവും. അത് ഈ അഗ്നിയുടെ വാക്കാണ്. അതും പറഞ്ഞ് അഗ്നി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അല്പസമയം വൈക ബാൽക്കണിയിൽ നിന്ന് കാവിലേക്ക് മറ്റും നോക്കി നിന്നു. പിന്നീട് അകത്തേക്ക് കയറുമ്പോഴാണ് ആ സമയം തന്നെ അഗ്നി റൂമിലേക്ക് വന്ന്. രണ്ടുപേരും പരസ്പരം കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പരസ്പരം കൂട്ടിയിടിച്ചു. അഗ്നിക്ക് വൈകിയെ പിടികൂടാൻ സാധിച്ചില്ല. അവരും കൂടി നിലത്തേക്ക് വീണുപോയി. അവളുടെ മൃദുലത അവന്റെ നെഞ്ചിൽ തട്ടിയതും അവന്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. വൈകയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. വൈക എങ്ങനെയൊക്കെ അവന്റെ ശരീരത്തിൽ നിന്ന് എണീറ്റ് മാറാൻ നോക്കിയതും അവളുടെ താലി അവന്റെ സ്വർണ്ണച്ചെയിനിന്റെ രുദ്രാക്ഷത്തിന്റെ ലോക്കറ്റിൽ കുടുങ്ങിപ്പോയി. എത്ര ശ്രമിച്ചിട്ട് അവളുടെ താലി ഊരിയെടുക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ശരീരത്തിന്റെ മേൽ കിടക്കുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടും അവൾക്കുണ്ടായിരുന്നു. വെയിറ്റ്, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? അത് പറഞ്ഞ അഗ്നി അവളെ തിരിച്ചിട്ട് അവൻ അവളുടെ മേലെയാണ് കിടക്കുന്നത്. അഗ്നി ക്ഷമയോടുകൂടി അവന്റെ ചെയിനിൽ നിന്ന് അവളുടെ താലി പതിയെ ഊരി മാറ്റി. അഗ്നിയുടെയും വൈകയുടെയും ചുടുനിശ്വാസങ്ങൾ പരസ്പരം തങ്ങളുടെ ശരീരത്തിൽ തട്ടുന്നു ഇരുവരും അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ വേഗം തന്റെ ചെയിൻ അവളിൽ നിന്ന് വേർപ്പെടുത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ഈ സമയം വൈകയും അവന്റെ മുഖം നോക്കി കാണുകയായിരുന്നു. വാതിൽപ്പടിയിൽ നിന്ന് അവരുടെ പ്രവൃത്തികൾ നോക്കിക്കാണുന്ന വ്യക്തിയുടെ കണ്ണിൽ നിന്നും പകയെരിഞ്ഞു. നീ എന്റെ മാത്രം. റൂമിലെത്തി അരുന്ധതി തന്റെ മുമ്പിൽ കാണുന്ന എല്ലാ സാധനങ്ങളും കൈകളാൽ തട്ടിയെറിഞ്ഞു. അവൾക്ക് പ്രാന്തെടുക്കുന്ന പോലെ തോന്നി. വൈകയുടെയും അഗ്നിയുടെയും മുഖം ഓർക്കും തോറും അവൾക്ക് അവളെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. വീടിലെ വൈക നിന്നെ അവൻ അഗ്നി എന്റേത് മാത്രം. ഇന്നലെ വന്ന നിനക്ക് വേണ്ടി ഞാൻ അവൻ ഒരിക്കലും വിട്ടുതരില്ല. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. അവൾ കണ്ണടച്ച് തന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മോളെ, തന്റെ മുമ്പിൽ നിൽക്കുന്ന അച്ഛനായ പ്രതാപനെ കണ്ടതും അരുന്ധതിയുടെ കണ്ണുകളൊന്നും വിടർന്നു. അച്ഛൻ കണ്ടില്ലേ? അവൻ ഏതൊരു പെൺകുട്ടിയും കൂടി വാങ്ങടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ഇത്രയും കാലം കണ്ട സ്വപ്നങ്ങൾ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് അവൻ പാടെ തകർത്ത് കളഞ്ഞു. അവൾ പ്രതാപന്റെ ഇരുതോളിലും കൈകൾ ചേർത്ത് അയാളെ കുലുക്കിക്കൊണ്ട് പറഞ്ഞു. മോളെ അരുന്ധതി, അച്ഛൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേൾക്ക. അയാൾ അവളുടെ കവിളിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാനിനി എന്ത് കേൾക്കാനാണ് അച്ഛൻ പറഞ്ഞ പ്രകാരമല്ലേ ഞാൻ ഇത്രയും കാലം അഗ്നിക്ക് വേണ്ടി കാത്തിരുന്ന്. എന്നിട്ടിപ്പോ എന്തായി? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ആ മൂദേവി ഇപ്പൊ എന്റെ സ്ഥാനം കയ്യേറിയിരിക്കുന്നു. പക്ഷെ അവൾക്ക് അധികാല അഗ്നിയുടെ ഭാര്യയായി നിൽക്കാന്ന് പ്രതീക്ഷിക്കണ്ട. അവളുടെ മുഖം വന്യതാലൊന്ന് തിളങ്ങി. അച്ഛന് ഓർമ്മയുണ്ടോ ഷാരോത്ത കനിഹെ? എല്ലാവരുടെയും വിചാരം അവൾ കാല് തന്നെ കുളത്തിൽ വീണ് മരിച്ചതെന്നാ. പക്ഷെ നമുക്കല്ലേ അറിയൂ ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് അവളെ കൊന്നെന്ന്. പ്രണയം. അവൾ പുച്ഛിച്ചുകൊണ്ട് അയാളോടായി പറഞ്ഞു. അത് എന്റെ അഗ്നിയോട്. അവനെ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ തന്നെ എന്റെ നില തെറ്റിപ്പോവും. അപ്പൊ അവൾക്ക് എന്റെ അഗ്നിയോട് പ്രണയം. പിന്നെ വെച്ചേക്കോ ഞാൻ അവളെ കൊന്നു എന്റെ ഈ കൈകൾ കൊണ്ട്. അവളൊരു ഉന്മാദിയെ പോലെ അയാളോടായി പറഞ്ഞു. ഒരു വൈക. അവൾക്കും കനിഹയുടെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ ഒരു മരണം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അന്ന് കനിഹക്ക് അഗ്നിയോട് പ്രണയാണെന്ന് അറിഞ്ഞപ്പോഴാ ഞാൻ അവളെ കുളത്തി മുക്കി കൊന്ന്. പക്ഷെ ഇപ്പൊ ആ വൈക എന്ന് പറയുന്നവള് എന്റെ അഗ്നി ചാർത്തിയ താരിയിട്ട് എന്റെ കൺമുമ്പിൽ കൂടെ നടക്കുന്നു. അവളെ അപ്പൊ ഞാൻ കൊല്ല ചെയ്യേണ്ട അച്ഛാ. അവൾ അയാൾക്ക് നേരെ അലറിക്കൊണ്ട് ചോദിച്ചു. വേണം മോളെ, വേണം. പക്ഷേ അതിനു മുന്നേ നമുക്ക് ചില കളികൾ കളിക്കേണ്ടതുണ്ട്. സൂക്ഷിച്ച് വേണം ഓരോ ചൂടും വെക്കാൻ. നീ ശ്രദ്ധിച്ചില്ലേ അഗ്നിയെ? അവൻ ആ പഴയ അഗ്നിയല്ല. എൻ്റെ മനസ്സിൽ പല കണക്കൂട്ടലുകളുമുണ്ട്. മരണത്തിലേക്കാ അവൻ ആ പെൺകുട്ടിയും കൊണ്ട് വലതുകാല് വെച്ച് കയറി വന്നത്. ആദ്യം നീ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് അവസരം വരുന്നവരെ കാത്തിരിക്കാനേ പറ്റൂ. അച്ഛൻ പറയുന്നതിൻ്റെ മോള് കേൾക്കില്ലേ? അച്ഛൻ പറയുന്നത് ഈ അരുന്ധതി കേൾക്കൂ. കാത്തിരിക്കാം നല്ലൊരു അവസരത്തിന് വേണ്ടി. അതും പറഞ്ഞ് തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അരുന്ധതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ തന്നെ വൈക കുളിച്ചൊരുങ്ങി നിന്നു. അഗ്നി പറഞ്ഞിരുന്നു പുലർച്ചെ നാഗക്കാവിൽ പോയി വിളക്ക് കത്തിക്കണമെന്ന്. അല്പസമയം കഴിഞ്ഞതും ടോണി വന്ന് വൈകയെ വിളിച്ചു. അതുപ്രകാരം അവൾ ടോണിയുടെ കൂടെ താഴേക്ക് ഇറങ്ങിച്ചെന്നു.
കേരള സാരിയിൽ അവളൊരു ദേവതയെ പോലെ തോന്നിച്ചു അഗ്നിക്ക്. വൈകയ്ക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവിടെയുള്ള എല്ലാവർക്കും തോന്നിപ്പോയി. വൈക ആരെയും നോക്കാതെ വേഗം അഗ്നിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഞങ്ങളൊന്ന് കാവിപ്പോയി വരാം. അത്രയും പറഞ്ഞ് വൈകയുടെ കയ്യും പിടിച്ച് അഗ്നി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അത്രയും നേരം അരുന്ധതി തന്റെ ദേഷ്യം ആ ചില്ല് ഗ്ലാസ്സിൽ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തോന്നുന്നു ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിച്ചെതിറി. അയ്യോ മോളെ, സൂക്ഷിക്കണ്ടേ, നീ എന്താ ചെയ്ത്? പങ്കജ അപ്പോഴേക്ക് ഓടി വന്നു. മാറിയിരിക്കങ്ങോട്ട്, എന്നെ ആരും ഭരിക്കാനും സ്നേഹിക്കാനും വരണ്ട. അതും പറഞ്ഞ് അവൾ കൈ കുടഞ്ഞ് അകത്തേക്ക് ചാടിത്തുള്ളിപ്പോയി. പങ്കജ അപ്പോഴും നിറമിഴിയാതെ തന്റെ മകൾ പോകുന്നത് നോക്കി നിന്നു. അഗ്നിയുടെ ഒപ്പം വൈക കാവിലേക്ക് പ്രവേശിച്ചതും അവൾക്ക് വല്ലാത്തൊരു ഊർജം കൈവരിക്കുന്ന പോലെ തോന്നി. കാവിലേക്ക് കാലെടുത്ത് വെച്ചും അവളുടെ ശരീരത്തിലൂടെ ഒരു കുളിർത്തന്നൽ വലയം ചെയ്ത പോലെ തോന്നി. എന്തുകൊണ്ടോ കാവിലെ ഉൾഭാഗമെല്ലാം വൈകക്ക് നന്നേ ബോധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തണുത്ത പ്രതലത്തിൽ കാൽ വയ്ക്കുമ്പോൾ അവളുടെ മനസ്സും കുളിരുന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. അഗ്നി പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പേ നടക്കുകയായിരുന്നു. എപ്പോഴും കാണുന്നുകൊണ്ടായിരിക്കാം അഗ്നിക്ക് വലിയ പുതുമയെന്ന് തോന്നിയില്ല. ഒന്ന് പതിയെ പോകാമോ? വൈകയുടെ ചോദ്യമാണ് അവനെ പുറകിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ച്. പിന്നീട് അവൻ അവൾക്ക് വേണ്ടി കാത്തുനിന്നു. അവൾ പതുക്കെ സാരി ഉയർത്തിപ്പിടിച്ച് നടന്ന് അവൻ്റെ അടുക്കിലേക്ക് എത്തി. സാരി അല്പം ഉയർത്തിയപ്പോൾ അവളുടെ വെളുത്ത കണങ്കാലുകൾ അവൻ കണ്ടിരുന്നു. ആ സമയം അവൻ ചിന്തിച്ചത് ആ കാലുകളിൽ എന്തോ കുറവുണ്ടല്ലോ എന്നാണ്. അതെ, നടക്കൂ. എന്താലോചിച്ചിട്ടാണ് നിൽക്കുന്ന അഗ്നി സാർ? അവൻ എന്തൊക്കെയോ പറഞ്ഞ് തലയുടഞ്ഞ് വേഗം മുമ്പേ നടന്നു. വൈക പിറകെയും. അവർ നടന്ന് കാവിലെത്തിയതും നാഗപ്രതിഷ്ഠയുടെ മുമ്പിൽ നിന്ന് വൈക കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അവൾക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. അഗ്നിക്ക് വേണ്ടിയും അവൻ്റെ കുടുംബത്തിന് വേണ്ടിയും പിന്നീട് തൻ്റെ സഹോദരനായി കാണുന്ന ടോണിക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. ആ തറയിൽ തൂവിക്കിടക്കുന്ന മഞ്ഞളിൽ നിന്നും അല്പം മഞ്ഞളെടുത്ത് അവൾ തന്നെ നെറ്റിയിൽ ചാർത്തി. പിന്നീട് അല്പം എടുത്ത് അഗ്നിക്ക് ചാർത്തണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്നു. പിന്നീട് എന്തും വരട്ടെ എന്ന് കരുതി ഒരു നുള്ളെടുത്ത് തിരിഞ്ഞതും അവൾ വിറങ്ങലിച്ചു പോയി. തൻ്റെ മുമ്പിൽ ഫണം വിടർത്തി നിൽക്കുന്ന സ്വർണ്ണനാഗത്തെ കണ്ടതും അവൾ ആലില പോലെ വിറക്കാൻ തുടങ്ങി. അവൾക്ക് തൻ്റെ ശബ്ദം പൊങ്ങുന്നില്ലായിരുന്നു. പേടികൊണ്ട് അവളുടെ ഇരുകണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്നാണ് ആരോ തൻ്റെ അണിവയറിലൂടെ ചുറ്റിപ്പിടിച്ച പോലെ അവൾക്ക് തോന്നിയത്. അവൾ ഒരു നിമിഷം പകച്ചുപോയി. പക്ഷേ ചെവിയിൽ തട്ടുന്ന ചുടുനിശ്വാസത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി അത് തൻ്റെ അഗ്നിയാണെന്ന്. തെന്നിമാറിയ സാരിക്കിടയിലൂടെയാണ് അഗ്നിയുടെ കൈകൾ പോയതെന്ന് ആ നിമിഷം പേടികൊണ്ട് പോലും വൈക തിരിച്ചറിഞ്ഞില്ല. ജസ്റ്റ് കാം ഡൗൺ വൈക, അത് നമ്മളൊന്നും ചെയ്യില്ല. അവളുടെ കർണപടത്തിൽ അവൻ്റെ ശബ്ദം അലയടിച്ചു. അവൻ തൻ്റെ വയറിന്മേൽ വെച്ച് അവൻ്റെ കൈകളുടെ മുകളിൽ അവളൊരു ബലത്തിനായി പിടിച്ചു നിന്നു. അല്പസമയം ആ നാഗ അവരിരുവരെയും നോക്കി. പിന്നീട് ഫണം വിടർത്തിയിട്ട് തിരിച്ച് ഉൾക്കാട്ടിലേക്ക് പോയി. അപ്പോഴാണ് വൈകക്ക് ശരിക്കും ശ്വാസം വീണത് പോലും. അവൾ മറ്റൊന്നും ചിന്തിക്കാതെ പിന്തിരിഞ്ഞ് അഗ്നിയെ ഇറുകെ കെട്ടിപ്പുണർന്നു. ആ സമയം അഗ്നിയും മറ്റൊന്നും ചിന്തിക്കാതെ അവളെ തിരിച്ച് പുണർന്നിരുന്നു. പേടികൊണ്ട് അവളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന അവസ്ഥയിലാണെന്ന് ഹൃദയമിടിപ്പിൽ നിന്നും അഗ്നിക്ക് മനസ്സിലായി. അവൻ പതി അവിടെ പുറത്തായി തലോടിക്കൊടുത്തു. പേടിക്കേണ്ട വൈക, അത് പോയി കേട്ടോ. ഞാൻ പേടിച്ചു പോയി സാർ, സാറ് വന്നില്ലായിരുന്നെങ്കിൽ, അവൾ അഗ്നിയെ ഒന്നുകൂടെ ഇറുകപ്പെടുന്നുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് വൈകക്ക് ബോധം വന്നു. അവൾ വേഗം അവനിൽ നിന്ന് മാറി നിന്ന് താഴോട്ട് നോക്കിയിരുന്നു. എന്തുകൊണ്ടോ അവനെ നോക്കാൻ അപ്പോൾ അവൾക്ക് ജാളിത തോന്നി. പക്ഷെ അതൊന്നും അഗ്നി കാര്യമാക്കി എടുത്തില്ല. അവൻ പറഞ്ഞു, എന്നാ പോവാം. അത്രയും പറഞ്ഞ് അവൻ മുമ്പേ നടന്നു. പുറകെ വൈകൻ തലയാട്ടിക്കൊണ്ട് നടന്നു നീങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് രണ്ട് ജോഡി കണ്ണുകൾ പകയോടെ അവരിരുവരെയും നോക്കി നിന്നു. എന്തോ ആ തറവാട്ടിൽ വന്ന മുതൽ വൈകക്ക് ആകെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത പോലെ. അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് തന്നെ പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു നീങ്ങി. കുറച്ചു നേരം പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് തന്നെ ആരോ ശ്രദ്ധിക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. ഒരു നിമിഷം റോഡിന്റെ വക്കത്തേക്ക് നോക്കിയതും അവൾ ഞെട്ടിത്തരിച്ചു പോയി. അവിടെ തന്നെ നോക്കി പകരുന്ന കണ്ണുകളോട് നിൽക്കുന്ന ആദർശിനെ കണ്ടതും അവളുടെ സകല നാഡീഞരമ്പുകളും തളച്ചു വായിച്ച പോലെയായി. ഒരു സിഗരറ്റും വലിച്ച് ചുവന്ന കണ്ണുകളോടെ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വൈകക്ക് നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. പിന്നീട് എവിടെ നോക്കിട്ടിയ ധൈര്യത്തിൽ വൈക പതിയെ പുറകോട്ട് തിരിഞ്ഞോടി. അവനെ നോക്കിക്കൊണ്ട് ഓടുകയായിരുന്നു അവൾ. ആരെയോ ചെന്ന് ഇടിച്ചു. ഹ വൈക, താനിത് എവിടെ നോക്കിയാ നടക്കുന്നത്? തന്റെ മുമ്പിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവൾ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ ഇറുകെ കെട്ടിപ്പുണർന്നു. അവിടെ ഞാൻ എന്തു പറ്റിയടോ? താനെന്തിനിങ്ങനെ ഭയപ്പെടുന്നു? അവിടെ എന്താ? അവൾ ചൂണ്ടിയ ഭാഗത്തേക്ക് അവൻ നോക്കിയോണ്ട് ചോദിച്ചു. ആദർശ് അയാളെ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്ന ഞാൻ കണ്ടു. എന്നെ തന്നെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ കൊണ്ടുപോകും സാർ, എനിക്ക് പേടിയാവുന്നു. കണ്ണുകൾ നിറച്ചുകൊണ്ട് വൈക അഗ്നിയോടായി പറഞ്ഞു. താനിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ജസ്റ്റ് കാം ഡൗൺ. ഏതു നേരം അവനെ കുറിച്ച് ആലോചിച്ചിട്ടാ തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു? അല്ല സാർ,
ഞാൻ കണ്ടതാ. അമ്മയാണ് സത്യം. ഞാൻ വ്യക്തമായി കണ്ടതാ അയാളെ. ഏതിരിട്ടിലും എനിക്ക് അവനെ മനസ്സിലാവും. ഞാൻ സത്യമാണ് പറയുന്നത്. സാർ എന്നെ ഒന്ന് വിശ്വസിക്കും. അവളുടെ അലറിക്കരഞ്ഞുകൊണ്ടുള്ള മറുപടി കേട്ടതും അഗ്നിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി. അവൻ പതിയെ വൈകിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഇരു കണ്ണുകളുടെയും കണ്ണുനീർ തുടച്ചു കൊടുത്തു. ശരി, ഞാൻ നോക്കിക്കോളാം. താൻ എന്തായാലും പോയി കുറച്ചു നേരം കിടക്ക്. അപ്പോഴും കണ്ണു നിറച്ചുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ നോക്കുന്ന ഉണ്ടക്കണ്ണുകൾ കണ്ടതും അവനിൽ പേരറിയാത്ത എന്തോ ഒരു വികാരം വരുന്ന അവന് തോന്നി. അഗ്നി വേഗം വൈകിയിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു, ഞാനുണ്ട് നിനക്ക് കാവലായി. പോയി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങും. അപ്പോഴേക്കെല്ലാം ശരിയാവും. അവന്റെ മുഖം അവൾ കാണാൻ സാധിച്ചില്ലെങ്കിലും ആ ശബ്ദത്തിന്റെ ഉറപ്പ് മതിയായിരുന്നു അവൾക്ക് അവനോടുള്ള വിശ്വാസം കൂടുവാൻ. അതുകൊണ്ട് തന്നെ അവൾ അവനോടായി ഒന്ന് മൂളി പതിയെ കട്ടിലിന്റെ ഓരത്തായി കണ്ണുകൾ അടച്ച് കിടന്നു. അഗ്നി തന്റെ കണ്ണുകളൊന്ന് കുറുക്കിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ചെന്നു. അവൻ തന്റെ കണ്ണുകൾ കൊണ്ട് അവിടെയെല്ലാം നിരീക്ഷിച്ചു. പിന്നീട് ഫോണെടുത്ത് ആരെയോ വിളിച്ച് സംസാരിച്ചു. കുറച്ചേരം അവർ റോഡിലേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്നാണ് അവന്റെ മൊബൈൽ റിങ് ചെയ്ത്. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചതും മറുതൽക്കിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ കേട്ടതും അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അഗ്നി ഫോൺ കട്ട് ചെയ്ത് ബാൽക്കണിയിൽ തന്റെ കൈകൾ കൊണ്ട് ശക്തമായിട്ടൊന്ന് ഇടിച്ചു. രാകേഷ്! അവന്റെ പല്ലുകൾക്കിടയിൽ കിടന്ന് അവന്റെ പേര് ഞെരിഞ്ഞമർന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഒന്നുകൂടെ അമർത്തിപ്പിടിച്ച് അവൻ റൂമിലേക്ക് കയറിയതും നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന വൈകിയെ കണ്ടതും അതുവരെ വലിഞ്ഞു മുറുകിയ മുഖമായി വന്ന അഗ്നിയുടെ മുഖം പെട്ടെന്ന് തന്നെ അയഞ്ഞു. അവൻ അല്പനേരം വൈകിയെ തന്നെ നോക്കി നിന്നു. പിന്നീട് എന്തോ ആലോചിച്ചുകൊണ്ട് വേഗം റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ധൃതിയിൽ അവൻ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ആരോ അവന്റെ കയ്യിൽ പിടിച്ച് ഒരു മുറിയിലേക്ക് കയറ്റി വാതിലടച്ചത്. തിരിഞ്ഞു നോക്കാതെ തന്നെ അഗ്നിക്ക് അറിയാമായിരുന്നു തന്നെ ആരാണ് പിടിച്ച് കയറ്റിയതെന്ന്. അതോർക്കും തോറും അവൻ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. കണ്ണടച്ചായിരുന്നവൻ അത്രയും നേരം നിന്ന്. പെട്ടെന്നാണ് തന്റെ ശരീരത്തിന്റെ പുറത്തുകൂടെ കൈകൾ അഴിച്ചുകൊണ്ട് തന്നെ പുറകിലൂടെ കെട്ടിപ്പുണർന്ന് നിൽക്കുകയാണവൾ. അഗ്നി! ഒരു വശ്യമായ ശബ്ദത്തോടെ അരുന്ധതി അഗ്നിയുടെ കാതിലെ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ തൊട്ടില്ലെന്ന മാതിരി കടന്നുപോയി. അവൾ പതിയെ തന്റെ കൈകൾ അയച്ചുകൊണ്ട് അഗ്നിയുടെ മുമ്പിലേക്കായി വന്നു നിന്നുകൊണ്ട് അവനോടായി പറഞ്ഞു, നീ ഇങ്ങനെ കണ്ണടച്ച് നിന്ന നിനക്ക് എന്നെ എങ്ങനെ കാണാൻ സാധിക്കും അഗ്നി? അതുകൊണ്ട് നീ ആദ്യം കണ്ണു തുറന്ന് എന്നെ നോക്ക്. എനിക്കറിയാം നീ എത്രയൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാനുണ്ടെന്ന സത്യം. അഗ്നി ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് തന്റെ ഇരുകണ്ണുകൾ തുറന്നു. ആ ക്രോധാഗ്നിയിൽ താൻ വെന്തുരുകി പോകുമെന്ന് അരുന്ധതിക്ക് തോന്നിയെങ്കിലും വിട്ടുകൊടുക്കാൻ അവളും തയ്യാറല്ലായിരുന്നു. ഈ സമയം അഗ്നി അവൾ തന്നെ നോക്കി കാണുകയായിരുന്നു. ശരീരത്തിൽ വസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു സാരിയാണ് അവിടെ വേഷം. പക്ഷേ 3/4 ഭാഗം ശരീരവും പുറത്തായിട്ടാണ് കാണുന്നത്. ചുണ്ടിൽ വശ്യത തോന്നിപ്പിക്കാൻ വേണ്ടി ചുവന്ന ചായം പൂശിയിട്ടുണ്ട്. മൊത്തത്തിൽ അവളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു നോക്കി. ആ സമയം അവന് തോന്നിയത് അവളൊരു ആണെന്നാണ്. അവന്റെ മുഖത്ത് അവളെ കണ്ടപ്പോൾ ഒരു പുച്ഛമാണ് വന്ന്. എന്താ അഗ്നി നീ ഇങ്ങനെ പുച്ഛിക്കുന്നേ? നിനക്കറിയോ, ഇപ്പോഴും എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി എല്ലാവരും ക്യൂ നിൽക്കുക. അങ്ങനെയുള്ള എന്നെയാണ് നീ ഒരു പട്ടി ആട്ടുന്ന പോലെ ആട്ടുന്നത്. നിനക്കറിയോ ഞാൻ എത്ര വർഷമായി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്ന്? അവൾ അല്പം കൂടി അവന്റെ മുമ്പിലേക്ക് ചേർന്ന് നിന്നു. കഴിഞ്ഞോ? എന്ത്? അല്ല, നിന്റെ ഈ കത്തിവേഷവും സംസാരവും കഴിഞ്ഞെങ്കിൽ എനിക്കിവിടെ നിന്ന് പോകായിരുന്നു. അഗ്നി തന്നെ അപമാനിച്ചിരിക്കുന്നു. താൻ ഇത്രയും ഹോട്ട് ലുക്കിൽ വന്നിട്ടും അഗ്നി തന്നെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യാത്തതിൽ അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി. പക്ഷേ തോറ്റു കൊടുക്കാൻ അരുന്ധതി തയ്യാറല്ലായിരുന്നു. അവൾ തന്റെ ഇരു കൈകളും അഗ്നിയുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിണഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു, അഗ്നി, എനിക്ക് വേണം നിന്നെ. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ സ്വന്തമാക്കിയാണ്. മറ്റൊരുത്തിക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. ഐ ലവ് യു സോ മച്ച്. അതും പറഞ്ഞ് അവനെ കിസ് ചെയ്യാൻ പോയതും പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾ അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. പനം മോളെ, നീ എന്താടി അഗ്നിദേവനെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേക്കും കാമം കത്തി ഉയരുന്നവനാണ് ഈ അഗ്നിദേവ്, നീ കരുതിയോ? ഈ വൃത്തികെട്ട കൈകൾ കൊണ്ട് എന്റെ ശരീരത്തിൽ തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി മോളെ? ഈ സമയം ഒരിറ്റു ശ്വാസത്തിനു വേണ്ടി അരുന്ധതി അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. നീ എന്ത് കരുതിയടി? നിന്റെ ഈ തറക്കളിക്ക് ഞാൻ നിന്നു തരുന്നോ? ഇത് അഗ്നിദേവാടി, ചന്ദ്രോത്ത അഗ്നിദേവ്. ഈ അഗ്നിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെന്റെ ഭാര്യ മാത്രമാണ്. അവൾക്ക് മാത്രമേ എന്റെ ശരീരത്തിന്മേൽ അവകാശമുള്ളൂ. അല്ലാതെ നിന്നെപ്പോലത്തെ ഒരു കൊടിച്ച് പട്ടിക്കല്ല. മേലിൽ ഇമാതിരി വേഷം കെട്ടി നീ എന്റെ അടുത്ത് വന്നാൽ നിന്നെ ഞാൻ 6 അടി മണ്ണിൽ അടക്കും. കേട്ടോടി ഓളെ. അതും പറഞ്ഞ് അരുന്ധതി അവൻ തൂക്കിയെടുത്ത് ചുമരിലേക്ക് എറിഞ്ഞു. അരുന്ധതി ശ്വാസം ആഞ്ഞു വലിച്ച് എങ്ങനെയൊക്കെ ഊർന്നിലത്തേക്ക് ഇരുന്നു പോയി. ഒരു നിമിഷം തന്റെ മുമ്പിൽ നിൽക്കുന്ന അഗ്നി തന്നെയാണോ എന്ന് പോലും അരുന്ധതി ഭയപ്പെട്ടു.
തനിക്കറിയാവുന്ന അഗ്നിയിൽ നിന്നും അവൻ എത്രയോ മാറിയിരിക്കുന്നെന്ന് ആ നിമിഷം അരുന്ധതിക്ക് മനസ്സിലായി. അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് ഭയം തോന്നി. അഗ്നി അവളെ നോക്കിയിട്ട് തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വൈകുന്നേരം എല്ലാവരും ചായ കുടിക്കുന്ന സമയത്താണ് പിന്നീട് വൈക അങ്ങോട്ടേക്ക് ചെന്ന്. എല്ലാവരും അവളോട് നല്ല രീതിയിൽ പെരുമാറുന്നെങ്കിലും അവളൊരു ആഗ്രഹം എല്ലാവരോടായിട്ട് പാലിച്ചിരുന്നു. ഇത്രയും നേരമായിട്ടും അഗ്നി തറവാട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അവൾ പതിയെ പൂമുഖത്തേക്ക് നടന്നു ചെന്ന് അഗ്നിയെയും നോക്കി പുറത്തെ ചാരുപടിയിൽ കയറിയിരുന്നു. കാർമേഘം കൊണ്ട് ആകാശം ഇരുണ്ടുമൂടിയിരുന്നു. എന്തുകൊണ്ടോ അഗ്നിയില്ലാതെ അവൾക്ക് ആ തറവാട്ടിൽ നിൽക്കാൻ തന്നെ തോന്നിയില്ല. അന്തരീക്ഷത്തിന്റെ അവസ്ഥയാണോ അല്ലെങ്കിൽ ആ വലിയ തറവാടിനുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല, അവൾക്കാകെ ഉള്ളാരൊരു ഭയം തോന്നി തുടങ്ങിയിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും അഗ്നി ഒന്ന് വന്നാൽ മതിയെന്നായി. പെട്ടെന്നാണ് മുറ്റത്തേക്ക് പരിചയമില്ലാത്തൊരു കാർ വന്ന് നിന്ന്. അതിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ടതും വൈക മനസ്സിലാവാതെ അങ്ങോട്ട് നോക്കി നിന്നു. പക്ഷെ അതിലൊരാളുടെ കണ്ണ് അവളുടെ മുഖത്ത് തന്നെ ആയിരുന്നു. തനിക്കെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നെന്ന് വൈകയുടെ ഉൾമനസ്സും മന്ത്രിച്ചു. അഗ്നിയില്ലാത്ത ഈ സമയത്ത് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ